നന്ദുപാൽ. ഇപ്പോൾ അങ്ങ് എഴുത്തുകാരനാണ്, ഒപ്പം ചലച്ചിത്ര പ്രവർത്തകനും കൂടിയാണ്. ഈ താതാത്മ്യപ്പെടൽ, ഇപ്പോൾ ഞാനാണ് ഗോവിന്ദൻകുട്ടി, ഞാനാണ് സേതു, അല്ലെങ്കിൽ ഞാനാണ് അപ്പുണ്ണി എന്ന് ഒരാൾക്ക് തോന്നാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ഇൻറ്റിമസി ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് MT വാസുദേവൻ നായരെ മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായ റൈറ്ററാക്കിയതെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ താങ്കൾ അദ്ദേഹത്തിൻ്റെ രചനാ ലോകത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഉള്ള തോന്നൽ എന്താണ്? ഒരു കാര്യം ഉറപ്പുള്ളത്, ഇപ്പം PK പറഞ്ഞതാണ് ഏറ്റവും രസമാണ്. ഒരു മനുഷ്യൻ ഒരു ഭാഷ കൊണ്ട് മലയാളിയെ മുഴുവനായിട്ട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു വല്ലാത്ത കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുവരെ പറഞ്ഞു വന്നിരുന്ന കഥാരീതികളല്ല, അതുവരെ പറഞ്ഞു വന്നിരുന്ന സംസാര ഭാഷയല്ല. ഈ നമ്മളിപ്പോൾ ഡയലക്ട്സിനൊരു പ്രാധാന്യമുണ്ടെന്നുള്ള സംഭാഷണങ്ങളിൽ വലിയ തോതിൽ പ്രാധാന്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് കാലം വായിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്, ഞാൻ പാലക്കാട് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കാലം വായിക്കുമ്പോൾ എനിക്ക് പരിചിതമായ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ കാണുന്നത്. അവിടെ വരുന്ന തങ്കമണിയും സുമിത്രയും ഒക്കെ എനിക്ക് അടുത്തറിയാവുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ആളുകളോട് ഇങ്ങനെ ഇത് എൻ്റെ മുമ്പിൽ നടക്കുന്ന കഥയാണല്ലോ, ഞാനിത് കണ്ടുകൊണ്ടാണല്ലോ. കാരണം പാടത്തിൻ്റെ വരമ്പിലൂടെ അവർ നടന്നു പോകുമ്പോൾ അപ്പുറത്തൊരു മരമുണ്ട്, ഒരു ഇടവഴിയുണ്ട്, മുള്ളുവേലിയിട്ട വഴിയാണ്, ആ വഴിയിലൂടെയാണ് നടന്നു പോകുന്നത്. സുമിത്ര കയറി വരുന്നത് ഇന്ന വഴിയിലാണ്, ആ കുളം എനിക്ക് പരിചിതമായ കുളമാണ്. ഇതിങ്ങനെ കൃത്യം അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നൊരു വഴിയുണ്ട്. അതുവരെയുള്ള ഒരു എഴുത്തുകാരും ചെയ്തിട്ടില്ല എന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന, നമ്മളോടൊപ്പം ചേർന്ന് പോകാൻ പറ്റുന്ന ഇതെല്ലാം വിഷ്വൽ എന്ന് പറയുന്നൊരു ആംഗിളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന്. കാരണം അതുകൊണ്ട് തന്നെയാണ് ചലച്ചിത്ര പ്രവർത്തകൻ എന്ന രീതിയിൽ, കാരണം സിനിമ എന്ന മീഡിയത്തിലേക്ക് കഥ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ അതിനകത്തേക്ക് കൃത്യമായ ദൃശ്യം അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത് വേറെ ഒരു എഴുത്തുകാരനും ലോകത്ത് തന്നെ ഉണ്ടാവില്ല. കാരണം സാഹിത്യം എഴുതിയിട്ടുള്ള ഒരാൾ സിനിമയിലേക്ക് അഡാപ്റ്റ് സിനിമ സ്ക്രീൻ പ്ലേയിലേക്ക് തൻ്റെ നോവലിനെ അഡാപ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പോലും അങ്ങനെ സാധിച്ചിട്ടില്ല. കാരണം അത് രണ്ടും ഒരാൾ തന്നെയായി മാറും. മാർക്കേസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും അതിന് കൂട്ടായ ഒരു പ്രയത്നം ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ ഇത് ഒറ്റയ്ക്കൊരു മനുഷ്യൻ തൻ്റെ കഥയെ വേറൊരു തരത്തിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നു എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കാരണം അത്രമേൽ നമ്മളുടെ ആധിപത്യം എന്ന് പറയുന്നത്, കാരണം സാഹിത്യത്തിനകത്തും സിനിമയിലും ആധിപത്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധ്യൂ. കാരണം അയാൾ എന്തുകൊണ്ട് വെച്ചാൽ ഈ 20ാമത്തെ വയസ്സ് മുതൽ ഈ ആദ്യത്തെ പുസ്തകം വരുന്നത് മുതൽ ഈ പറയുന്ന ജീവിതം കണ്ട് 1, 2 എണ്ണി 100-ലും 150-നും 200-നും അപ്പുറത്തേക്കുള്ള ഒരു പ്രയാണമുണ്ടല്ലോ, അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ അത് പറ്റുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഈ ഓരോ കഥകളും, ഇപ്പം അത് PK പറഞ്ഞ സാധനം, ഈ വളരെ കൃത്യമായ നമ്മൾ സാമീപ്യം ഉണ്ടാക്കുകയും അതിനൊരു കൃത്യമായിട്ട് രണ്ടും ഒന്ന് തന്നെയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുക എന്നുണ്ട്. സേതു സാർ മുഖം നോക്കുമ്പോൾ ഞാൻ തന്നെയല്ലേ, അത് എന്നെക്കുറിച്ചല്ലേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായിരിക്കാം ആ കണക്ഷൻ, ഒരു പക്ഷേ വായനക്കാർക്ക്, അനുവാചകർക്ക് MT വാസുദേവൻ നായരെ കണക്ട് ചെയ്യുന്ന ഘടകം അതായിരിക്കാം.